ഗൈസ് വാട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് ഇറ്റ്സ് മീ വർ എൻ എസ് എം ബഡി ഗെയിമിംഗ്. സോ ഗൈസ് അങ്ങനെ കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ചെറുതായിട്ട് എനിക്ക് പനിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ എനിക്ക് മരുന്നൊക്കെ തന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, ഇപ്പോഴാണ് നമ്മൾ കഴിച്ചിട്ട് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യണം. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് കാർ സെയിലർ സിമുലേറ്റർ. ഓക്കെ ഗൈസ്, അപ്പോൾ വേറൊരു കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ കടയുടെ മുമ്പിൽ നമ്മൾ വന്നപ്പോഴത്തേക്കും കുറേ വേസ്റ്റൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ വണ്ടിയുടെ കുറച്ച് പാർട്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാം കൊണ്ട് കളയാം. ഓക്കെ, നമുക്ക് എന്തിനാ ഇതൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ കുറേ വേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ചെറുതായിട്ട് എന്താ പറയുക, ഒരു ഗ്രാഫിക്സോ അല്ലെങ്കിൽ ഒരു ബ്ലർ വരും. ഒരു എന്താ പറയുക ഗൈസ്, കണ്ടോ, ഒരു ബ്ലർ വരും. ഇപ്പോഴും നിങ്ങൾ ചില സ്ഥലത്ത് കാണുന്നുണ്ടായിരിക്കും. സോ ഗൈസ്, അത് എഡിറ്റിങ്ങിൻ്റെ പ്രശ്നമൊന്നും അല്ല കേട്ടോ, അത് നമ്മുടെ സ്ക്രീനിൻ്റെ പ്രശ്നം തന്നെയാണ്. ഞാൻ ഗെയിം കളിക്കുന്ന നേരത്ത് ഇതൊന്നും കാണത്തില്ല, എഡിറ്റ് ചെയ്യുന്ന നേരത്ത് ഇതൊക്കെ വരും. ഓക്കെ ഗൈസ്, അപ്പോൾ സോറി ഫോർ ദാറ്റ്. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ ഓഫീസിനകത്ത് വരുവാണെങ്കിൽ കണ്ടോ, ഇവിടെ നമ്മൾ ഇരുന്ന് ഡീൽ ചെയ്യാൻ നമ്മുടെ കസ്റ്റമറിന് എന്താ പറയുക ഗൈസ്, പീസ്ഫുൾ കിട്ടണം. ഐ മീൻ നമ്മുടെ കസ്റ്റമറിന് ഇവിടെ വന്നിട്ട് സാറ്റിസ്ഫൈഡ് ആവണം, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ അകത്ത് കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ കാറ് നോക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് വരുവാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോവും. ഓക്കെ, അടുത്ത പ്രാവശ്യം നമ്മൾ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ BMW വരും ഗൈസ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ അടുത്താണ് നമ്മൾ കാർ ചോദിക്കാൻ വന്നേക്കുന്നത്. ഓക്കെ, സോ ഗൈസ്, എനിക്കറിയാം ഈ സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത്, സോറി ഫോർ ദാറ്റ്. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ കാറ്. ഓക്കെ, ഓക്കെ ഗൈസ്, നമുക്ക് ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കാം. സോ ഗൈസ്, അപ്പോൾ പുള്ളിക്കാരൻ പറയണത് എന്താ പറയുക ഗൈസ്, വർഷം 1999 മോഡൽ കാറാണിത്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ പറയണത് ഒരു ഡാമേജ് ഒന്നുമില്ല, കാർ പക്ക സെറ്റാണ്. ഓക്കെ, പുട്ടിയൊന്നും ഇട്ടിട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ പറയേണ്ടത്. നമ്മൾ ജസ്റ്റ് കാറിനാണ് ചുറ്റി നോക്കി. സോ കേസ്, എൻ്റെ നമ്മൾ ബാർഗൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കാർ മേടിച്ചിട്ടുണ്ട് കേസ്. ഓക്കെ, നമ്മൾ കാർ എന്നെ തട്ടാതെ മുട്ടാതെ കൊണ്ടുപോകണം. ഓക്കെ, നമ്മൾ ഈ ഗെയിം ആദ്യമായിട്ടാണ് കളിക്കുന്നത് കേസ്. ഓക്കെ, അപ്പോൾ അത് കാരണം ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല. ഞാൻ ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറേ ദിവസമായി, പക്ഷേ വീഡിയോ ഇന്നാണ് നമ്മൾ റെക്കോർഡ് ചെയ്യണത്. ഓക്കെ, സോ ഗൈസ്, ഞാൻ ഈ ഗെയിമിൽ ലോഗിൻ ചെയ്തത് തന്നെ കുറച്ച് നേരം മുമ്പിലാണ്. ഓക്കെ, ഈ വീഡിയോയുടെ ഒരു 2 മിനിറ്റ് മുമ്പിലാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഗെയിമിൽ ഞാൻ ഇപ്പോഴാണ് ലോഗിൻ ചെയ്തത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ പോവാണ്. സോ ഗൈസ്, വേറെ കാര്യം നോക്കുവാണെങ്കിൽ, സോ ഗൈസ്, നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഗെയിം കളിക്കുവാണെങ്കിൽ, ഐ മീൻ ഇപ്പോൾ നിങ്ങൾ കൂട്ടുകാരൻ എന്തെങ്കിലും ഗെയിം കളിക്കുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. ഓക്കെ, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക്, ഐ മീൻ ഈ ചാനലിലേക്ക്. ഓക്കെ, ഞങ്ങൾ സപ്പോർട്ട് തീരെ കുറവാണ്. എന്താ പറയുക ഗൈസ്, അത് എൻ്റെ ആയിട്ടാണ്. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഗ്യാരേജിൽ വന്നിരിക്കുകയാണ്, തട്ടാതെ മുട്ടാതെ എടുത്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, സോ ഗൈസ്, നമുക്ക് ചെറുതായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാം. സോ ഗൈസ്, നമുക്ക് വണ്ടി ഒന്ന് കറക്കാം കേട്ടോ ഗൈസ്. കറക്കണം, നമ്മൾ ഡോക്ടർ ഡ്രൈവിലൊക്കെ ആണെങ്കിൽ ഞാൻ എക്സ്പേർട്ടായിരുന്നു, പിന്നെ അൾട്രാ പ്രോ മാക്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല ഈ ഗെയിമിൽ. അറിയാലോ ഗൈസ്, ഒന്ന് ഇടിച്ചില്ല കേട്ടോ, ജസ്റ്റ് മിസ്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ കാർ പാർക്ക് ചെയ്തിട്ട് ആൾക്കാരെ വിളിക്കണം. ഓക്കെ, നമ്മൾ വിളിക്കുമല്ല, എന്താ പറയുക, നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ OLX ഇടണം ഗൈസ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കട. നമ്മൾ മേടിച്ചിട്ടുള്ളൂ കേട്ടോ, മേടിച്ചിട്ട് 2 ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. നമ്മൾ ചെറുതായിട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ മേടിച്ചിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. നമ്മുടെ പേരൊന്നും മാറ്റിയിട്ടില്ല, പക്ഷേ ലൈസൻസ് ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ പേരിലാണ് കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഈ ഇതിനകത്ത് കുറേ എണ്ണം കാണിക്കുന്നുണ്ട്, എനിക്കറിയില്ല. ഫ്യൂവൽ അറിയില്ല ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. സോ ഗൈസ്, അപ്പോൾ എന്താ പറയുക, എനിക്ക് പനി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും. അതേപോലെ ഫോണും കംപ്ലൈൻ്റ് ആണ്, സ്ക്രീൻ പോയതാണ് ഗൈസ്. ഓക്കെ, അതിനും ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും, ക്ഷമിച്ചേക്കുക. സോ ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ട് ആണെങ്കിൽ നമുക്ക് പുതിയ ഫോണൊക്കെ നമുക്ക് മേടിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, നമ്മൾ കാറ് ഒതുക്കിയിട്ടിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ പതുക്കെ കാറ് പിറകി എടുക്കുവാണ് ഗൈസ്. പിന്നോട്ട് നമ്മുടെ കാറ് പതുക്കെ കൊണ്ടുപോവാണ്. സൈഡിൽ നമ്മുടെ ഓഫീസിൻ്റെ അവിടെ ഇത് കാണുന്നുണ്ട്, കമ്പ്യൂട്ടറൊക്കെ തിളങ്ങുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ അകത്ത് പോയിട്ട് ഇത് OLX ഇടാൻ വേണ്ടിയിട്ടാണ്. ഗെയിമിൻ്റെ ഓണർ ആരാൻ കണ്ടോക്കിയോ ഇടുന്നതാണിത്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഓഫീസിൽ നേരെ പോവാണ്. ഐശ്വര്യമായിട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മുടെ OLX എടുക്കുവാണ് കേട്ടോ, വെബ് പേജിൽ പോവാണ്.
കാരണം ഗേസ് നോട്ട് ഇൻ സെയിൽ. ഗേസ് നമ്മുടെ കാറിന് പിക്ചറൊക്കെ എടുക്കാൻ പറ്റും. അതേപോലെ മേളിൽ നമ്മുടെ കാറിൻ്റെ എന്താ പറയുക പ്രൈസൊക്കെ നമുക്ക് ഇടാൻ പറ്റും. പക്ഷേ വേറെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് ഫോട്ടോ ഇല്ല. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമുക്ക് ഫോട്ടോ നമുക്ക് ഫോണില്ല കേസ്, നമുക്ക് ഈ ഗെയിമിൽ ഫോണില്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കേസ്, ഇതാണ് നമ്മുടെ കാറിൻ്റെ ഓവറോൾ ലുക്ക്. ഓക്കെ, സോ കേസ് നമുക്ക് ഈ ഗെയിമിൽ ഫോണില്ല, അത് കാരണം നമുക്ക് ഫോട്ടോ എടുക്കാനും പറ്റില്ല. സോ കേസ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. സോ കേസ് ഇവിടെ സ്കിൽസിൽ കുറേ എണ്ണം കിടപ്പുണ്ട്, ബാർഗെയിൻ സ്പോഞ്ചിനൊക്കെ. സോ കേസ് സ്പോഞ്ചിൻ്റെ ഉപയോഗം നോക്കുവാണെങ്കിൽ ആ സ്പോഞ്ച് വെച്ച് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് കാറൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്ക് കടയിലൊന്നും പോയി കൊടുക്കേണ്ട ആവശ്യമില്ല. ബാർഗെയിൻ എന്ന സാധനം നോക്കുവാണെങ്കിൽ ഇപ്പോൾ കാറ് തരുന്ന ആൾ 1000 രൂപ 1500 രൂപ തരുക പറയുവാണെങ്കിൽ, കാറിൻ്റെ റേറ്റ് 1500 രൂപ അയാൾ പറയുവാണെങ്കിൽ നമ്മളത് കുറച്ചിട്ട് 1000 രൂപ ആക്കും. ചിലപ്പോൾ അയാൾ 20,000 രൂപ പറയുകയാണെങ്കിൽ നമ്മൾ ലാഭത്തിൽ പിടിക്കും. നമ്മളത് കുറച്ച് ചിലപ്പോൾ 15,000 രൂപയ്ക്ക് എത്തിക്കും. ഓക്കെ, അതാണ് ബാർഗെയിൻ. സോ ഗേസ് അപ്പോൾ നമുക്കിവിടെ ചുറ്റിക്കറങ്ങാം. സോ ഗേസ് അപ്പോൾ സൈഡിൽ തന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ വണ്ടിയൊക്കെ പൊളിച്ചിരുന്ന മറ്റേ കടയുണ്ട് കേട്ടോ. കടയില്ല, അവിടെ ഒരു ഇതുണ്ട്. ഇതല്ല കേട്ടോ എൻട്രൻസ്. അങ്ങനെ കുറേ കാറൊക്കെ ഇവർ പൊളിച്ചിട്ടൊക്കെയാണ്. സോ ഗേസ് ഇതിൻ്റെ നമുക്ക് ഈ കടയുടെ അകത്ത് നമുക്ക് കയറാം. കടയില്ല ഗേസ്, നമുക്ക് ഇതിനെ ഗ്യാരേജിൽ വിളിച്ചാലോ, വേണ്ട. സോ ഗേസ് ഇവിടെ ഇതിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, ജങ്ക് യാർഡ്. ജങ്ക് യാർഡ്. സോ ഗേസ് അവിടെ നേരെ ജങ്ക് യാർഡിൽ കയറുവാണ്. ഓക്കെ, ഇതിൻ്റെ ഇതിന് ഓർഡറാണ് തോന്നുന്നു. ഗേസ് ഈ പുള്ളിക്കാരുടെ അടുത്ത് നമ്മൾ മിണ്ടുവാണ്, യു ഹാവിൻ ടു മെറ്റ്. സോ ഗേസ് അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ചെറിയൊരു മണ്ടത്തരം ചെയ്തു പോയി. കാരണം ഗേസ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ മെറ്റിൽ നമുക്ക് വേണ്ട, നമ്മുടെ കാറിൻ്റെ പാർട്സ് നമുക്ക് വേണ്ടായിരുന്നു, നമുക്കിത് കളയാണ്. ഗേസ് ശരിക്കും അങ്ങനത്തെ പാർട്സ് വരുവാണെങ്കിൽ നമ്മൾ നേരെ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് കൊണ്ടേ കൊടുക്കണം. ഈ പുള്ളിക്കാരൻ നമുക്ക് അതിനനുസരിച്ചുള്ള കാശ് തരും ഗേസ്. ദാറ്റ്സ് എ ബിഗ് പോയിൻറ്റ്. സോ ഗേസ് അപ്പോൾ ഇത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ചുറ്റിനും നോക്കിയിടത്തൊന്നുമില്ല. അവിടെ വേറൊരു ഗ്യാരേജോ എന്നൊക്കെ കിടപ്പുണ്ട് ഗേസ്. ഓക്കെ ഗേസ് ഇവിടെ ആണെങ്കിൽ കാറൊക്കെ വിൽക്കും കേട്ടോ. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ കാറൊക്കെ വിൽക്കും. നമ്മൾ ലേലം വിളിക്കുന്ന പോലെ ഒരു കാറൊക്കെ വിൽക്കും. ഓക്കെ കണ്ട ഗേസ്, ഇതാണ് നമ്മൾ കളിക്കുന്ന ഞാൻ അത് ശ്രദ്ധിച്ചില്ല ഗേസ്. ഓക്കെ സോ ഗേസ് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ലോറിയുണ്ട്. ഇതൊക്കെ നമ്മൾ ഇപ്പോഴാണ് കേട്ടോ അറിയണേ. നമ്മൾ ഇനി നെക്സ്റ്റ് പ്രാവശ്യം ഇതൊക്കെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. സോ ഗേസ് ഈ ലോറി ഡ്രൈവർ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാറ് മേടിച്ചെങ്കിൽ നമ്മളെ കാറ് എവിടെയെങ്കിലും കൊണ്ടുപോകുകയാണെങ്കിൽ ഈ ലോറിയുടെ മേത്ത് കയറ്റിയാൽ മതി എന്നാണ് ഈ ലോറിക്കാരൻ്റെ ഡ്രൈവർ പറയണത് കേസ്. ഓക്കെ നെക്സ്റ്റ് ടൈം ഇതൊക്കെ നമ്മൾ സെറ്റാക്കും. സോ ഗേസ് ഇപ്പോൾ നമ്മൾ കാറ് ഒന്ന് കഴുകാൻ പോവാണ്. അല്ലെങ്കിൽ കണ്ട കേസ് നമ്മുടെ ലെഫ്റ്റാണോ യെസ് ഗേസ് ലെഫ്റ്റ് ഡോറിൽ നല്ല രീതിക്ക് ഡാമേജ് ഉണ്ട്. ഓക്കെ സോ ഗേസ് ഇപ്പോൾ നമ്മൾ കാർ റിപ്പയർ ചെയ്യാൻ പോയിട്ടേക്കുവാണ്. ഓക്കെ അവിടെയാണ് കട എന്ന് തോന്നുന്നു ഗേസ്. അങ്ങനെ നമുക്ക് നേരെ പോവാം. സോ ഗേസ് നമ്മുടെ കാറ് അവിടെയാണ് ഗേസ്. അത് ഗേസ് നമുക്ക് ക്ലോസ് ആക്കണ്ട, നമുക്ക് നേരെ കളിക്കാം. ഓക്കെ ഗേസ് നമ്മൾ നേരെ ആ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. ഓക്കെ അവിടെയാണ് നമ്മളെ കാറ് പറ്റിക്കുന്നത്. സോ ഗേസ് നമ്മൾ നേരെ നടന്ന് ആ കടയുടെ അടുത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ നിങ്ങളെ കൂട്ടുകാർക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ സപ്പോർട്ട് ചെയ്യുക ഗേസ്. ഓക്കെ സോ ഗേസ് ഇതാണ് നമ്മുടെ ഷോപ്പ്. കാറ് പെയിൻ്റൊക്കെ ഉണ്ട് ഇവിടെ. സോ ഗേസ് നമ്മുടെ കാറൊക്കെ കിടക്കുന്നുണ്ട്. സോ ഗേസ് ഇവിടെ റിപ്പയർ ചെയ്യാനാണ്. സോ ഗേസ് നമ്മുടെ കാർ ഇരിപ്പുണ്ട്. സോ ഗേസ് ഈ പുള്ളിക്കാരുടെ അടുത്ത് നമ്മൾ എന്തോ ടോക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം റൈറ്റ് സൈഡിൽ ഡോറിന് നല്ലോണം ഡാമേജ് കിട്ടിയിട്ടുണ്ട്. സോ ഗേസ് ആ പുള്ളിക്കാരുടെ അടുത്ത് നമ്മൾ മിണ്ടിയപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്കറിയണ പോലെ ആളുണ്ട് അവരുടെ അടുത്ത് പോയി നല്ല കാറ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗേസ്. ഓക്കെ നമ്മളപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞ സ്ഥലത്തിലാണ് വന്നേക്കേണ്ടത്. സോ ഗേസ് അപ്പോൾ നമ്മുടെ കട അവിടെയാണ്. ഓക്കെ നമ്മൾ 500 മീറ്റർ താണ്ടിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. സോ ഗേസ് അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞിരുന്ന ആൾ അവിടെ ഇരിക്കുകയാണ് ഗേസ്. കണ്ട ഒരു എന്താ പറയുക ഒരു ബ്രൗൺ കളർ കാറാണ്, ഡാർക്ക് ബ്രൗൺ കളർ കാറാണ്. സോ ഗേസ് അപ്പോൾ ഈ പുള്ളിക്കാരനെ നമ്മൾ മുണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പുള്ളിക്കാരൻ. സോ ഗേസ് ഇപ്പോൾ ഈ വണ്ടി നോക്കുവാണെങ്കിൽ മാനുവൽ ആണ്, എല്ലാം സെറ്റാണ് ഗേസ്. ഓക്കെ നമ്മുടെ വണ്ടിയുടെ പ്രൈസ് നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടുതലാണ് ഗേസ്. ഓക്കെ
വേറൊരു കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ വണ്ടി ഫുൾ ആക്സിഡൻ്റ് ആയിട്ട് ഇവർ പൊട്ടിയിട്ട് ഇവിടെ വണ്ടി പണി വെച്ചതുപോലെ ഉണ്ട്. ഫ്രണ്ട് പാർട്ട് മീൻ ഇവിടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റൊക്കെ ഇരിക്കുന്ന ഭാഗത്തൊന്നുമില്ല. കണ്ട ബാക്കിലൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് കേസൊക്കെ. കണ്ട കേസ് ഇവിടെയൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ക്ലിയറായിട്ട് പുറകിക്കൊണ്ട് കാണിച്ചു തരാം. കണ്ട കേസ് ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ അവർ ഇടിച്ചിട്ട് പൊട്ടിയിട്ട് എന്തോ ആക്കിയ പോലെ ഉണ്ട്. സോ കേസ് നമുക്ക് ഈ കാറ് വേണ്ട കേസൊക്കെ. അപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. കേസ് അടുത്ത് ഇവിടെ എങ്ങും ഇല്ല. ഇവിടെ ഫുള്ള് വില്ലയാണാണ് കേസ് തോന്നുന്നത്. ഇവർ മറ്റേ കാറൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ് തോന്നുന്നു. ഐ മീൻ ഒരു വില്ലയിൽ ഇവരൊന്ന് വിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അറിയില്ല എനിക്ക് കറക്റ്റായിട്ട്. സോ കേസ് അപ്പോൾ നമ്മൾ നേരെ അടുത്ത അറസ്റ്റിന് പോവാം. സോ കേസ് അപ്പോൾ വേറൊരു കാര്യം നോക്കുവാണെങ്കിൽ ഇത് ഈ വീഡിയോയുടെ പാർട്ട് 1 ആണ്. ഓക്കെ, നമ്മൾ ഇനിയും കുറേ പാർട്ടൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫ്രീ ഫയർ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. പഴയ പോലെ തന്നെ നമ്മൾ പവറായിട്ട് വരുന്നതായിരിക്കും ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ് ഇവിടെ അതേ കളറിലുള്ള ഒരു കാർ കിടപ്പുണ്ട്. സോ ഗൈസ് ഇവിടെ ആളിരിപ്പുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ നേരെ ചോദിക്കാം. സോ ഗൈസ് ഇതാണ് പുള്ളി. സോ ഗൈസ് ഇപ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് നോക്കുവാണെങ്കിൽ BMW ആണ്. പക്ഷെ ബാക്ക് എനിക്കറിയില്ല ഗൈസ് എന്താണ്. സോ ഗൈസ് അപ്പോൾ ഈ വണ്ടി നമ്മൾ മേടിക്കാൻ നോക്കുവാണെങ്കിൽ 9,000 ആണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, കാണുന്നില്ല കേസ്. നമ്മൾ ബൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ക്യാഷ് ഇല്ല കേസ്. നമുക്ക് $4,000 ഉള്ളൂ. പക്ഷെ ആ പുള്ളിക്കാരൻ പറഞ്ഞ $9,000. സോ ഗൈസ് അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ നല്ലൊരു കാർ മേടിക്കുന്നതായിരിക്കും. സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നമ്മൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.